കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് അന്ത്യശാസനം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിരുപാധികം ആയുധം താഴെ വെച്ച് കീഴടങ്ങണമെന്നാണ് മുന്നറിയിപ്പ്. ചിലർ മാവോയിസ്റ്റുകളുമായി സമാധാന ചർച്ച നടത്തണമെന്ന് പറയുന്നു. അതിന്റെ ആവശ്യം എന്താണെന്നും അമിത്ഷാ ചോദിച്ചു. കീഴടങ്ങുന്നവരുടെ പുനരധിവാസത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, ഇതിൽ ആദ്യം തന്നെ നമ്മൾ കാണേണ്ടത് ഇതൊരു ചരിത്രപരമായ നിമിഷമായി ഇതിനെ അടയാളപ്പെടുത്തണം. കാരണം ബസ്തർ പോലെ ഒരു പ്രദേശത്തേക്ക് ഈ രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി നേരിട്ട് ദസറ ആഘോഷത്തിൻ്റെ ഭാഗമാകാനായി എത്തുകയാണ്. മുൻപ് അത് ചിന്തിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം അത്രത്തോളം പത്തിവിടർത്തിയാടിയ പ്രദേശത്തേക്കാണ് ഇപ്പോൾ അമിത്ഷാ എത്തുന്നത്. അവിടെ ജനാധിപത്യത്തിൻ്റെ സ്വഭാവം എത്തിയിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് ഈ ഭീകരവാദത്തെ പൂർണ്ണമായി അടിച്ചമർത്തും എന്ന സന്ദേശം കൂടിയല്ലേ അദ്ദേഹം നൽകുന്നത്? ശ്രീകാന്ത്, ഗൗതം, ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ബസ്തർ ഭരിച്ചിരുന്നത് പണ്ട് രാജാക്കന്മാരായിരുന്നു. അവരുടെ കാലത്ത് പോലും ഈ ബസ്തർ ദസറയ്ക്ക് ഈ ബസ്തർ എന്ന പേര് അതിനപ്പുറത്തേക്ക് ആ മാ ദന്തേശ്വരി ക്ഷേത്രമുണ്ട്. അവിടവുമായി ബന്ധപ്പെട്ടാണ് ഈ ദസറ പണ്ടുകാലം മുതലേ ആഘോഷിക്കുന്നത്. ആ സമയത്ത് രാജാക്കന്മാർ പോലും ഈ രീതിയിൽ ആ വനവാസികളുടെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതൊരു പക്ഷെ അന്നത്തെ സാമൂഹ്യ സാഹചര്യം കൊണ്ടായിരിക്കാം. പക്ഷേ ഇന്നിതാ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പദവി അലങ്കരിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആ സ്ഥലത്തെത്തുന്നു. വനവാസി സഹോദരങ്ങളുമായി അവരുടെ ദസറ ആഘോഷിക്കുന്നു. അവരുടെ പ്രത്യേക പരിപാടികളിൽ പങ്കുചേരുന്നു. മാ ദന്തേശ്വരി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തുന്നു. ഇത് അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. ഇത്രയധികം കാലമായെങ്കിലും ഒരൊറ്റ നേതാക്കൾ പോലും, അത് ഏതെങ്കിലും മന്ത്രിയോ മറ്റോ ആകണമെന്നില്ല, ഒരൊറ്റ നേതാക്കൾ പോലും ആ ഭാഗത്തേക്ക് അടുക്കാൻ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം ജഗദൽപൂർ എന്നൊക്കെ പറയുന്നത് മാവോയിസ്റ്റ് ഭീകരത കൊടികുത്തിവാണ സ്ഥലമാണ്. അവിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ കടന്നു ചെന്നിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് അവരുടെ ശക്തി കേന്ദ്രമെന്ന് സങ്കല്പിച്ച മണ്ണിൽ നിന്ന്, ജഗദൽപൂരിൽ നിന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അമിത്ഷാ. നിരുപാധികം ആയുധം വെച്ച് കീഴടങ്ങണം. ചിലർ മാവോയിസ്റ്റുകളുമായി സമാധാന ചർച്ച നടത്തണമെന്ന് പറയുന്നു. അതിന്റെ ആവശ്യം എന്താണെന്ന് അമിത്ഷാ ചോദിക്കുന്നു. കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും ബസ്തറിന്റെ വികസനത്തിനായി എല്ലാം ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് കീഴടങ്ങുക മറ്റ് പോംവഴികളില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നു. കീഴടങ്ങുന്നവരുടെ പ്രത്യേക പദ്ധതി തയ്യാർ പറഞ്ഞു. ബസ്തറിന് മുക്തമായി നൽകണമെന്ന് മാ ദന്തേശ്വരിയോട് പ്രാർത്ഥിച്ചെന്ന് അമിത്ഷാ പറയുന്നുണ്ട്. മാവോയിസ്റ്റ് ഭീകരതയുടെ വഴിയെ പോകരുതെന്ന് യുവാക്കളെ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇന്ന് അവർക്കൊപ്പമായിരുന്നു, ആ വനവാസി സഹോദരങ്ങൾക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ഉച്ചഭക്ഷണം. അതിനുശേഷം അവിടുത്തെ വനവാസി യുവജനങ്ങളുമായി, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മാർച്ച് 31, 2026 ഈ നക്സൽ ഭീകരതയ്ക്ക് അറുതി വരുത്തുന്നതോടെ ബസ്തർ വികസന കുതിപ്പ് തന്നെ കാണാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്, പ്രഖ്യാപിക്കുകയുണ്ടായത്. ഈ സന്ദർശനം ചരിത്രപരമായി തന്നെ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ടതാണ്. കാരണം രാജാക്കന്മാർ പോലും ഒരു കാലത്ത് ബസ്തറിൽ ചെയ്യാതിരുന്ന പ്രവൃത്തിയാണ് അമിത്ഷായുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വനവാസി സഹോദരന്മാർക്കൊപ്പം ഒരു ദിനം ചെലവാക്കിയിരിക്കുന്നു അദ്ദേഹം. അതും അവിടെയുള്ള സുരക്ഷാ സൈനികർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിക്കാനുള്ള സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം തിരികെ പോകുന്നത്. ശ്രീകാന്ത്, ഇതിന്റെ മറ്റൊരു ചരിത്രപരമായ വസ്തുത എന്നത് ഈ ദണ്ഡകാരുണ്യ വനമേഖലയിലാണല്ലോ ബസ്തർ അടങ്ങുന്നത്. ദണ്ഡകാരുണ്യ വനമേഖല എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീരാമൻ 14 വർഷത്തെ വനവാസകാലത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച മേഖലയാണ് ഈ ദണ്ഡകാരുണ്യ വനമേഖല. ആ വനമേഖലയിൽ അധർമ്മത്തിന് മേൽ ധർമ്മത്തിന്റെ വിജയമായി ആഘോഷിക്കുന്ന ദസറ നാളിൽ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുകയാണ്. അതിന്റെ സന്ദേശം എന്ന് പറയുന്നത് അധാർമികമായ ഒരു ഭീകരവാദം അത് പത്തിവിടർത്തിയാടിയ ഒരു പ്രദേശത്ത് ഇനിയും ധർമ്മത്തിന്റെ നാളുകൾ എത്തിയിരിക്കുന്നു എന്ന സന്ദേശം കൂടി അദ്ദേഹം നൽകുകയാണ്. കാരണം നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ റോഡുകളില്ലാത്ത, സ്കൂളുകളില്ലാത്ത, ജനാധിപത്യത്തിന്റെ ഒരു തരത്തിലുമുള്ള വെളിച്ചമെത്താത്ത ഒരു സ്ഥലത്തേക്ക് ആഭ്യന്തരമന്ത്രി എത്തിച്ചേർന്നുകൊണ്ട് ഒരു വലിയ സന്ദേശം ദസറ ദിനത്തിൽ തന്നെ നൽകുന്നു. ഗൗതം, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിദ്യാചരൺ ശുക്ല എന്ന കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിയെ വെടിവെച്ചാണ് ബസ്തർ. തന്നെയുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സ്ഥലമാണ് ഈ ബസ്തർ. സാൽവ ജുദൂമിന്റെയൊക്കെ സ്ഥാപകനായ മഹേന്ദ്ര കർമ്മ എന്ന കോൺഗ്രസ് നേതാവിനെയും 27 കോൺഗ്രസ് പ്രവർത്തകരെയും
വെടിവെച്ച് കൊന്ന് ആഹ്ലാദ നൃത്തം, ആ ശവശരീരത്തിന് ചുറ്റും ആഹ്ലാദ നൃത്തം ചവിട്ടിയ മാവോയിസ്റ്റുകളുള്ള ഈ സ്ഥലമാണ് ബസ്തർ. അവിടേക്കാണ് ധൈര്യസമേതം ഇപ്പോൾ ഒരു നേതാവ്, ഈ രാജ്യത്തെ നയിക്കുന്ന വ്യക്തി കടന്നു ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ അത് സുരക്ഷാ സൈന്യത്തിന് നൽകുന്ന സന്ദേശം വളരെ, ഞാൻ വെറുതെ പറയുകയല്ല. മാർച്ച് 31 2026 മാവോയിസ്റ്റ് ഭീകരതയ്ക്ക് അന്ത്യം കുറിക്കുമെന്ന് അതെന്റെ നിശ്ചയദാർഢ്യമാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുരക്ഷാ സൈന്യത്തിനും ഈ രാജ്യത്തിനും കൊടുക്കുന്ന സന്ദേശമാണ് അത്. സുരക്ഷാ സൈന്യത്തോട് അവരുടെ കരുത്ത്, അവർക്ക് ഈ മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരെ പ്രവർത്തിക്കാൻ കരുത്ത് നൽകണമെന്ന് മാ ദന്തേശ്വരിയോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി ആന്ധ്രയിലെ തിരുപ്പതി വരെ നീളുന്ന റെഡ് കോറിഡോർ അത് ബസ്തറിൽ കട്ട് ചെയ്തു വിടുകയാണ് അമിത്ഷാ ചെയ്യുന്നത്. മറ്റെല്ലാ മേഖലകളിലും മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ദണ്ഡകാരണ്യ വനമേഖല അവരുടെ ശക്തി കേന്ദ്രമായിരുന്നു ഒരു നാൾ. എന്നാൽ ഇന്ന് അവിടെ വികസന കുതിപ്പിലാണ്. അതിനാകെ തടസ്സം ഈ മാവോയിസ്റ്റ് ഭീകരരാണ്. ഗൗതം മനസ്സിലാക്കേണ്ടത് 29 സ്കൂളുകൾ ഇവർ കാരണം പൂട്ടിയിടേണ്ടി വന്നിട്ടുണ്ട്. റേഷൻ കടകൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വൈദ്യുതി വിളക്കുകൾ കൊടുക്കുന്നതിന് വേണ്ടി, വൈദ്യുതി നൽകുന്നതിന് വേണ്ടി പോസ്റ്റുകൾ ഇട്ടാൽ അത് കത്തിച്ചു കളയും. ഫോൺ ടവറുകൾ ഉണ്ടെങ്കിൽ അത് കത്തിച്ചു കളയും. അവിടെ പാലങ്ങൾ ഉണ്ടെങ്കിൽ ബോംബ് വെച്ച് തകർക്കും. ഇതൊക്കെയായിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ പ്രകാരം മോദി സർക്കാർ വന്നതിന് ശേഷം വികസന കുതിപ്പാണ് അവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശക്തമായ നടപടി മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ഉണ്ടാകും എന്ന സന്ദേശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് അന്ത്യശാസനം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ് മുന്നറിയിപ്പ്. ചിലർ മാവോയിസ്റ്റുകളുമായി സമാധാന ചർച്ച നടത്തണമെന്ന് പറയുന്നു. അതിന്റെ ആവശ്യം എന്താണെന്നാണ് ബസ്തറിൽ നിന്നുകൊണ്ട് അമിത്ഷാ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. मोदी जी की ओर से आपको भरोसा दिलाना चाहता हूं कि 31 मार्च 2026 के बाद ये नक्सलवादी आपके विकास को नहीं रोक पाएंगे, आपके अधिकार को नहीं रोक पाएंगे। काफी कुछ काम हुआ है, काफी कुछ काम बाकी है, मगर मुझे पूरा भरोसा है 2026 मार्च के पहले इस समस्या से हमारा बस्तर मुक्त हो जाएगा. മാർച്ച് മാസം 31 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് നിന്നും ചുവപ്പ് ഭീകരതയെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് ഒരിക്കൽ കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾ പത്തിവിടർത്തിയാടി അവരുടെ ഏറ്റവും സ്വാധീന കേന്ദ്രമായ ബസ്തറിൽ നിന്നുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ഭീകര ശക്തികൾക്ക് ദസറ ആഘോഷത്തിന്റെ ഭാഗമായി എത്തി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് പങ്കുവച്ചത്.